ഹായ് എവ്രിവൺ, വെൽക്കം. ഇന്ന് ഞാൻ എൻ്റെ ക്രോഷറ്റ് ജേർണിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എനിക്ക് ആദ്യം മുതലേ കുറച്ച് ആർട്ട് ആൻഡ് ക്രാഫ്റ്റൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായിരുന്നു. അപ്പം ഇനി എന്താ പുതിയത് ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ യൂട്യൂബിൽ ഈ ക്രോഷേ വീഡിയോസ് കാണുന്നത്. എന്നാൽ പിന്നെ പഠിച്ചറിഞ്ഞേക്കാമെന്ന് വിചാരിച്ച് മീഷോന്ന് കുറച്ച് റേറ്റൊക്കെ കുറഞ്ഞ യാൺസൊക്കെ മേടിച്ച് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ചെയ്തിട്ടുള്ള ഫ്ലവറാണ് ഈ കാണുന്നത്. കേട്ടോ, ഇത് ഞാനിപ്പോഴും ഇവിടെ സൂക്ഷിച്ച് വെച്ചേക്കുകയാണ്. കുറച്ച് കഴുക്കൊക്കെ പിടിച്ചു, കുറച്ച് നാളായത് ഉണ്ടാക്കി വെച്ചിട്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കിയൊരു ഫ്ലവറാണ് ഈ സ്ട്രോബെറി ഫ്ലവർ. കൊള്ളാമോ? ഇങ്ങനെ ഒരു 2 ഫ്ലവർ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതിലാണ് ചെറുതാണെന്ന് കുറച്ച് വലിയൊരു ഫ്ലവർ ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയൊരു വലിയ ഫ്ലവറാണ് ഈ കാണുന്ന സൺഫ്ലവർ. കണ്ടോ, ഞാൻ ഇതിൻ്റെ ബാഗിൽ കീ ചെയിനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. എങ്ങനെയുണ്ട്? അങ്ങനെ ഒരു കുറച്ച് വലിയൊരു സൺഫ്ലവറൊക്കെ ഉണ്ടാക്കിയപ്പോൾ എൻ്റെ കോൺഫിഡൻസ് ഒന്ന് കൂടി. എന്നാൽ പിന്നെ ഒരു വലിയ ഫ്ലവറൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ ഉണ്ടാക്കിയൊരു വലിയ ഫ്ലവറാണ് ഇത്. ഒരു പോട്ടിനകത്ത് നിൽക്കുന്ന ഒരു സൺഫ്ലവർ 2 ലീഫൊക്കെ ആക്കി കുറച്ച് കാര്യമായിട്ട് തന്നെ അതിനെ ഞാൻ ചെയ്തു. കണ്ടോ? അപ്പോൾ ഞാൻ കരുതി ഈ സൺഫ്ലവർ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കൊരു വിഷമമായാലോ എന്ന് കരുതി ഞാൻ ആൾക്ക് കൂട്ടിനൊരാളെ കൂടെ ഉണ്ടാക്കി. ആ ആളാണ് ചേട്ടാ ഈ ബംബിൾ ബീ. അങ്ങനെ ഞാൻ ഈ ബംബിൾ ബീനെ ഈ സൺഫ്ലവറിനകത്ത് വെക്കുകയാണ്. അപ്പോൾ സൺഫ്ലവറിന് വിഷമില്ല, ആൾക്ക് കൂട്ടിന് ഒരു ബംബിൾ ബീ കൂടെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടിക്കും. താങ്ക് യു.